Hi friends, എല്ലാവർക്കും Nimshas kitchen-ലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് cabbage rice ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ട്ടോ. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി നിങ്ങൾക്ക് വറുത്തത് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക, ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് റെഡി ആയി വന്നോളൂ. ഇതിലേക്ക് ഇനി നമുക്കൊരു 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് കേട്ടോ, ഒന്ന് കട്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർത്ത ഉഴുന്ന്, കപ്പലണ്ടി, ഉണക്കമുളക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് വഴന്നുവരാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ വലുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. തീരെ ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ, അല്ലെങ്കിൽ നീളത്തിൽ കനം കുറച്ച് അങ്ങനെ മുറിച്ചെടുത്താലും കുഴപ്പമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഒരു കുക്കിംഗ് ടൈമിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും പെട്ടെന്ന് വെന്ത് വരുമല്ലോ ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് മുറിച്ചതാണ് ചേർക്കുന്നത്. ക്യാപ്സിക്കം നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജിൻ്റെ ഒരു പകുതിയോളം ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ, ഒരുപാട് വെന്ത് കുഴഞ്ഞു വരണ്ട. ഇതിപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക, വെന്ത് വരുമ്പോൾ നന്നായിട്ട് അളവ് കുറഞ്ഞു വരുമല്ലോ. ഈ പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടോ, നമ്മുടെ പച്ചക്കറികളൊക്കെ ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ടെന്നാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കേട്ടോ മുളക് പൊടിയൊക്കെ. ഗരം മസാല 1/2 ടീസ്പൂൺ അളവിൽ. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്, അതൊരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് എടുത്തിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തു. അതിനുശേഷം കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു റൈസ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഉപ്പ് ചേർത്ത് വേവിച്ചതല്ല, നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഈ റൈസ് പൊട്ടിപ്പോവാതെ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വരിക. ഇനി റൈസും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് ചേർക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, മല്ലിയിലമ്മ പൂവൊക്കെ കണ്ടോ, ഇതിവിടെ ബാൽക്കണിയിൽ ഉണ്ടായ മല്ലിയിലയാണ്. ആക്ച്വലി മല്ലിയുടെ കായ വരെ ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാവണ ഒരു മല്ലിക്ക് ആകുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും. ഇഷ്ടമില്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഞാൻ. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ വേണ്ട നമ്മുടെ ക്യാബേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി തന്നെയാണ്. നമുക്കിത് റൈത്തയുടെ കൂടിയൊക്കെ കഴിക്കാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു 6-7 വെളുത്തുള്ളി എടുത്ത് ചതച്ചെടുത്തതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വലിയ സവാള മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചെടുത്തത്. പച്ചമുളക് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ സവോള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടികളിലേക്ക് പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണവരെ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നോക്കുമ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം എണ്ണയുണ്ട്. നമുക്കൊരു 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എഗ് റൈസ് അല്ലേ, അപ്പോൾ അത്യാവശ്യം മുട്ട ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. ഇനി മുട്ട നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇത് ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറിയായിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ ഞാനിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസാണ്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം കൂടുതൽ വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുക്കാം, ഉപ്പും കൂടി ചേർത്തിട്ട്. ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പറയാം ഞാൻ എത്ര ചോറ് ചേർത്ത് കൊടുത്തുന്ന്. ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒരുപാട് റൈസ് ചേർത്താലും ഇത് അത്ര കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇതിനെ നമുക്കിപ്പോൾ വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ അര കപ്പ് കുക്ക് ചെയ്യാത്ത റൈസ് വേവിച്ചെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് കുക്ക് ചെയ്ത അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതായത് കുക്ക് ചെയ്യണതിന് മുമ്പുള്ള അളവ് പറയണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതി. അത് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ചോറ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടിയും ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.